ഞാൻ പറയാ സാവി ഹോസേറി എന്നെ തൊട്ടിപ്പുറത്ത് തന്നെ റോഷ ഇരിക്കുന്നേ. നിങ്ങളുടെ ടോയ്ലറ്റ് Hi guys, welcome back to my YouTube channel. Hi guys, welcome back to my YouTube channel. അപ്പോൾ നമ്മളിന്ന് പുതിയൊരു വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. വേറെ ഒന്നല്ല, നമ്മൾ ഇന്റേൺഷിപ്പിന് വേണ്ടിയിട്ട് തിരുപ്പൂർ പോവാണ്. അപ്പോൾ ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാമെന്ന് വിചാരിക്കില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു പ്രോഗ്രാം എടുത്തേക്കാണ്. ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് ആലപ്പുഴയിലാണ്. ഇവിടെ നിന്നാണ് നമുക്ക് ട്രെയിൻ കിട്ടിയത്. കോട്ടയത്തും നമുക്ക് ട്രെയിൻ ടിക്കറ്റ് ഒന്നും കിട്ടിയില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആലപ്പുഴ സ്റ്റാൻഡ് അവിടെ എങ്ങാണ്ട് ഒന്നിപ്പോണ്ട്. സോ നമുക്ക് അങ്ങോട്ട് പോവാം. ഗൈസ്, അപ്പോൾ നമ്മളിത് സ്റ്റേഷനിലോട്ട് പോകണമെങ്കിൽ ഇത് അങ്ങേ സൈഡിൽ ചെല്ലണം. അവിടെ കാണുന്നിടത്ത് അവിടെ ചെല്ലണം. അവിടെ നിന്നാണ് നമുക്ക് ബസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് റോഷൻ ബാഗൊക്കെ തൂക്കി നടക്കുകയാണ്. പണിയെടുക്കും റോഷൻ അങ്ങോട്ട്. റോഷൻ ചിരിക്കുന്നു, റോഷൻ നോക്കുന്നില്ല. ഓക്കെ ഗൈസ്, നമുക്കപ്പോൾ അവിടെ നടന്നു വരെ പോവാം. ഒന്നാമത് മടുത്ത് സത്യം പറഞ്ഞാൽ എനിക്ക് ഇന്റേൺഷിപ്പ് ചെയ്യണമെന്ന് പോലില്ല, ഉള്ള സത്യം പറയാതെ. അതായത് നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് മാത്രം ഞാൻ പോകുന്നതാണ്. ഗൈസ്, അങ്ങനെ നമ്മൾ ഒരു പള്ളിയുടെ അവിടെ നല്ല ബ്യൂട്ടി ആയിട്ടുണ്ട്. ഞങ്ങൾ ഇതുവഴിയാണ് ആക്ച്വലി ബസ്സിൽ പോയത്. എന്നിട്ടാണ് അവിടെ സ്റ്റാൻഡിൽ പോയി ഇറങ്ങിയത്. സ്റ്റാൻഡിൽ നിന്ന് നടന്ന് പിന്നെയും തിരിച്ചിത് ഇവിടെ വന്നെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ മടുത്ത് ഗൈസ്. ഗൈസ്, അങ്ങനെ നമ്മളിത് ആലപ്പുഴ സ്റ്റേഷനിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്കിവിടെ എല്ലാം ഒന്ന് നടന്ന് കണ്ടുപിടിക്കണം. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഗൈസ് ട്രെയിനിൽ കയറാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തപ്പാം. നമ്മളിത് സ്റ്റേഷനിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് കഴിക്കാനുള്ള ഫുഡൊക്കെ മേടിച്ചിട്ടാണ് വന്നത്. എന്നിട്ട് നമ്മൾ ടോയ്ലറ്റിലൊക്കെ പോയി. ഇതാണെങ്കിൽ ഒരു ടോയ്ലറ്റ് ഗേൾസിനുള്ളൂ, ലേഡീസിനുള്ളൂ, ബാക്കി ഫുള്ള് ജെൻസിനാണ്. അപ്പോൾ നമുക്ക് ഇനി എവിടെ 2 വീലോട്ട് ഫോണിൻ്റെ അകത്താണെങ്കിൽ ചാർജ് കൂടിയില്ല. 10-60% ചാർജ് ഒക്കെയുള്ളൂ. അപ്പോൾ എൻ്റെ 60% എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ട്രെയിനായി ഇങ്ങനെ അങ്ങ് പോകും. അപ്പോൾ ഇനി നമുക്ക് ട്രെയിനിൽ കയറിയിട്ട് കാണാം. ഗൈസ്, അങ്ങനെ നമ്മൾ ഫൈനലി നമുക്ക് ട്രെയിൻ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 20 മിനിറ്റ് ഡിലേ ഉണ്ടായിരുന്നു ട്രെയിന്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വന്ന് നമ്മുടെ സീറ്റിലൊക്കെ കയറി ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫുഡൊക്കെ കഴിക്കണം. നേരെ അവിടെ ചെല്ലണം. എനിക്ക് വയ്യ ഗൈസ്. അപ്പോൾ അത്രയൊക്കെയുള്ളൂ. അപ്പോൾ നമുക്കിനി ഫുഡ് കഴിക്കാനായിട്ട് കാണാം. വലിച്ചു കുറച്ചങ്ങ് നീട്ടാൻ മേലായിരുന്നു. അപ്പോൾ സമയം ഏകദേശം ഒരു 2:30 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് തിരുപ്പൂർ സ്റ്റേഷനിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി എങ്ങോട്ടും പോകുന്നില്ല, കാരണം ഇവിടെ തന്നെ ഇരിക്കുകയാണ്. നമുക്ക് ഇവിടുന്ന് ഒരു 900 മീറ്റർ എങ്ങാണ്ടേ ഉള്ളൂ നമ്മൾ ഹോസ്റ്റലിലോട്ട്. അപ്പോൾ നമ്മളിവിടെ തന്നെ കുറച്ച് 2:30 ആയല്ലോ, സോ കുറച്ച് നേരം ഇരുന്നിട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ ഇനി അങ്ങോട്ട് പോകാം. അങ്ങനെ നമ്മൾ വന്ന ട്രെയിൻ ഡേ പോകുന്നു ഗൈസ്. അപ്പം നമ്മൾ സ്റ്റേഷനിൽ വന്നിട്ടിരിക്കുകയാണ്. ഭയങ്കര ഉറക്കം. ഞാനാണെങ്കിൽ ആ ട്രെയിനിൽ കിടന്നിട്ടൊന്നും ഇങ്ങനെ പോലും ഒന്ന് കണ്ണടച്ചില്ല. എനിക്ക് എന്തോ ഉറങ്ങാൻ പോലും തോന്നിയില്ല. ഞാനിങ്ങനെ പാട്ടൊക്കെ കേട്ടിട്ട് ചുമ്മാ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇതേ ഇവിടെ വന്നിട്ട് നമുക്ക് ആ ഉറക്കത്തിൻ്റെ ക്ഷീണം ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഒരു കോഫി കുടിക്കാം.
ചായ ഇനി എൻ്റെ ചായ മേടിക്കാൻ പോവാ. അപ്പോൾ ചായ കുടിച്ചിട്ട് കാണാം. നമ്മളിതേ സമയം ഇപ്പം ഏകദേശം 5:52 ഇന്നലെ ഇവിടെ കിടന്നിട്ടാണ് ഉറങ്ങിയത്. ഞാൻ ഇപ്പം ഏറ്റതേ ഉള്ളൂ. വണ്ടേ കിടന്നുറങ്ങിയില്ല. എൻ്റെ കണ്ണ് കണ്ട് ഉറങ്ങാഞ്ഞിട്ട് ഒരു നേരത്തെ കൊതുകിൻ്റെ കടിയൊക്കെ കൊണ്ടിട്ട് ഉറങ്ങി. ഈ ഉറങ്ങിയെന്ന് പറയാൻ പറ്റത്തില്ല. സത്യം പറഞ്ഞാൽ കൊതുക് ഇങ്ങനെ കടിച്ചിട്ടുണ്ടല്ലോ, ചൊറിഞ്ഞിട്ട് വയ്യ. അത് നമുക്ക് എണീറ്റ് ഇങ്ങനെ അവിടെയൊക്കെ ഒന്ന് പോയിട്ട് എന്തെങ്കിലുമൊക്കെ നോക്കി അന്വേഷിച്ചിട്ട് വരാം. അങ്ങനെ നമ്മൾ ഫൈനലി ഒരു ഓട്ടോയ്ക്ക് ഇതാണ് ഹോസ്റ്റൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആകെ 1 കിലോമീറ്റർ അവിടുന്ന് ഓട്ടോ വിളിച്ചു. നമുക്ക് സ്ഥലമൊന്നും അറിയത്തില്ല, ലൊക്കേഷൻ ആണെങ്കിലും അത് എവിടെയാണെന്നോ എങ്ങനെയാണെന്നോ പറഞ്ഞു കൊടുക്കാൻ അറിയത്തില്ല. 1 കിലോമീറ്റർ അവിടെ നിന്നുള്ളൂ. അവർ 150 രൂപ മേടിച്ചു. ഹോസ്റ്റലിൽ കൊണ്ട് സാധനമൊക്കെ വെച്ചു. നമ്മൾ രാവിലത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കട തപ്പി പോവാണ്. ഇപ്പൊ നടക്കാൻ തുടങ്ങിയിട്ട് 1 കിലോമീറ്റർ ആയി. ഇപ്പൊ ടൗണിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മള് കുറെ നേരം കഴിഞ്ഞിട്ട് അതേ ഒരു കട കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇവിടെയാണെങ്കിൽ പൊങ്കലും ഉപ്പുമാവും ഉള്ളത്. എന്തുവാണെന്ന് അറിയത്തില്ല, പക്ഷെ ഉപ്പുമാവ് നമുക്കറിയാം. എൻ്റെ വീട്ടിൽ ഞാനത് കഴിക്കാറില്ല, എനിക്കറിയത്തില്ല. ഇനിയിപ്പോൾ എനിക്ക് മാത്രമാണെന്ന് എനിക്കറിയത്തില്ല, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് ആ സാധനം കണ്ടെടുത്താൽ കണ്ടുകൂടാ. അപ്പോൾ നമ്മൾ ഇഡ്ഡലിയൊക്കെ ആണെങ്കിൽ 10 മിനിറ്റ് വെയിറ്റ് ചെയ്യണമെന്നുള്ളൂ. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇവിടെ ആണെങ്കിൽ അടുത്തൊന്നും ഹോട്ടലില്ല. കുറേ നേരം നടന്നിട്ട് ഒരു ഹോട്ടൽ തന്നെ കണ്ടുപിടിച്ചത്. അപ്പോൾ നമ്മൾ 10 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് ഫുഡ് കഴിക്കും. അപ്പോൾ ഹോസ്റ്റലിലാണെങ്കിൽ രാവിലത്തെയും ഉച്ചക്കത്തെയും ഫുഡ് എടുത്തു വെക്കണം. നമ്മൾ പാത്രമാണെങ്കിൽ ഒരെണ്ണേ കൊണ്ടുപോകുള്ളൂ. അപ്പോൾ എടുത്തു വെക്കാൻ എൻ്റെ ഒരു ഫ്രണ്ടിനോട് പറഞ്ഞിട്ടുണ്ട്, ഒരു പാത്രത്തിൽ ഉച്ചക്കത്തെ. അപ്പോൾ രാവിലത്തെ നമ്മൾ വെളിയിൽ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇനി അത് വന്നിട്ട് കാണാം. അമ്മച്ചി ഇതേ പൊങ്കൽ മേടിച്ചിട്ടുണ്ട്. നല്ല അത് ട്രൈ ചെയ്യാൻ വേണ്ടി മറ്റേ സംഭവമല്ല. ഓക്കെ നമ്മൾ മറ്റേ ഉരുവാക്കണ്ടി എന്ന് പറഞ്ഞ സാധനമല്ലോ നമ്മൾ പെരുന്നാളിലൊക്കെ കിട്ടുന്നത്. അതുപോലത്തെ തന്നെ ഒരു പക്ഷെ കൊള്ളാം. ഞാനത് മേടിക്കില്ല. മറ്റ് രീതിയൊക്കെ നമുക്ക് അത് അത്ര നമുക്ക് ഇത് കുഴപ്പമില്ല. നല്ല ടേസ്റ്റ് ഉണ്ട്. നേരത്തെ ഈ മല്ലിയില ഒന്നും ഇട്ടോ എനിക്ക് അങ്ങനെ വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ എൻ്റെ അച്ഛന് വലിയ ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ആ മല്ലിയില കറിക്കകത്ത് ഇട്ടിട്ട് ഞാൻ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. എല്ലാ കറിക്കും നല്ല മല്ലിയില ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് കാണാം. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇപ്പം ഇറങ്ങിയിട്ടുണ്ട്. മല്ലിയില നല്ലതൊക്കെ, പക്ഷെ കുറെ മല്ലിയില തിന്നാലും ഒരുമാതിരിയാണല്ലോ. അതിൽ ഉറക്കമൊക്കെ വന്നിട്ട് പുട്ടും വയ്യൊക്കെ. നമ്മളിവിടെ എവിടെയാണോ തുണിയൊക്കെ കിട്ടുമെന്ന് പറയും. നമുക്ക് ആ കട നോക്കാം. കുറച്ച് പർച്ചേസിങ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ വന്നതാണ്. പക്ഷെ അതൊരുമാതിരി ആയിപ്പോയി. നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ച് തുണിയൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അപ്പൊ ഇവിടെ ആണെങ്കിൽ എല്ലാത്തിനും ഭയങ്കര വില കുറവൊക്കെ ആണല്ലോ. അപ്പം
ഞായറാഴ്ച വന്നു. അപ്പോൾ ഇനി ഇവിടെയാണെങ്കിൽ റീറ്റെയിൽ ഷോപ്സ് ഒക്കെ കുറച്ച് തുറന്നിട്ടുണ്ട്, ഹോൾസെയിൽ അങ്ങനെ ഇല്ലെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം നമ്മൾ കുറച്ചിങ്ങനെ അന്വേഷിച്ചൊക്കെ നോക്കി, ഇതുവരെ ഒന്നും കണ്ടൊന്നുമില്ല. പിന്നെ ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഫാക്ടറി. അപ്പോൾ നമ്മൾ ബൾക്കായിട്ട് അങ്ങനെ ഓർഡർ ഒന്നും എടുക്കുന്നില്ലാത്തതുകൊണ്ട് ഫാക്ടറിയിൽ നമുക്ക് മേടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഹോൾസെയിൽ ഷോപ്പൊന്നുമില്ല. പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് നടന്ന് കുറേ ഇങ്ങ് വന്നപ്പം ഇവിടെ നൈസ് ഒരു ഏരിയ കണ്ടു. അപ്പോൾ അവിടെ ആണെങ്കിൽ ഭയങ്കര പീസ്ഫുള്ളാണ്. അപ്പോൾ ഇവിടെ വന്ന് കുറച്ച് നേരം ഇരുന്നിട്ടാണ് നമ്മൾ മടുത്തായിരുന്നു. ആക്ച്വലി നമ്മൾ ഇങ്ങനെ ഉറങ്ങിയിട്ടൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഫുഡൊക്കെ കഴിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഉറക്കക്ഷീണമുണ്ട്, ഫുഡ് കഴിച്ചതിൻ്റെ ക്ഷീണമുണ്ട്. അങ്ങനെ ഇവിടെ വന്ന് ഇരിക്കുകയായിരുന്നു. എന്നിട്ട് ഇനിയിപ്പം കടയൊക്കെ പോയി കട തപ്പിയിട്ടൊന്നും നമുക്ക് അങ്ങനെ കിട്ടിയില്ല. ഞാൻ പിന്നെ വിചാരിച്ചു ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ മിക്ക കടകളും അവധിയായിരിക്കുമല്ലോ. അങ്ങനെ ഞങ്ങൾ പിന്നെയും തിരിച്ചു വന്നത് ഈ ഒരു കടയാണ്. ഇതെന്തുവാന്ന് അറിയത്തില്ല. ഇതിൻ്റെ ഇവിടെ ഇരിക്കണം. ഭയങ്കര സമാധാനം, പീസ്ഫുൾ, ശാന്തി, സമാധാനം. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല. ഇനി ഇതൊക്കെ തന്നെ പരിപാടിയുള്ളൂ. കണ്ടോ, നല്ല രസം, നല്ലൊരു ഏരിയ. പ്രാവിനെ നോക്കിയിരിക്കും. ഞാൻ പറയാ സാവി ഹോസേറി എന്നാ അമ്മക്ക് ഇതൊക്കെ അറിയാം. അത് എഴുതിയൊക്കെ തന്നെ അറിയോ? കറവി കറകി ധൃത. അതെ, ധൃത കറങ്ങി കറകി ധൃത കറി, അത്രേ ഉള്ളു കേട്ടോ. സാവി ഹോസറി അല്ലടാ, ഇംഗ്ലീഷ് വായിക്കാറ്. എന്നെ അതെന്നെ എഴുതിക്കുന്ന എന്നാന്നോ എന്തോ എന്തുവാണല്ല എന്നാലല്ല, അത് കറകി ധൃതകറി. അതെ, കറി വിട്. തൊട്ടിപ്പുറത്ത് തന്നെ റോഷ ഇരിക്കുന്നേ. നിങ്ങളുടെ ടോയ്ലറ്റ് കറകൾ മുമ്പായി ട്രെയിനിൽ കയറി പോവാൻ നോക്ക് വീട്ടില്. മണ്ടേ വ്ലോഗ് എടുക്കാത്ത. അയ്യോ, ഞാൻ സത്യം പറഞ്ഞ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് എത്ര വർഷമായെന്നറിയോ? ഞാൻ അത്തിന്നൊരു മെച്ചപോയി. ഇതാണ് കൊല്ലങ്കോട്. അപ്പോൾ ഇത് ഈ വ്ലോഗ് എടുക്കുക. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരു 3-4 വർഷം ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട്, പക്ഷെ ഇന്ന് വരെ അത്തിന്നൊരു ക്രോശ താഴ്ച മാത്രമുണ്ട്. ഒരു ഉയർച്ചയില്ല, ഒരു സബ്സ്ക്രൈബർ പോലും കയറുന്നില്ല. ഇല്ല, അതല്ല രസം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ ഇപ്പം ആരെങ്കിലും ഒക്കെ വ്ലോഗ് ഒക്കെ ഇടുമ്പോഴത്തേനും ഓരോ വീഡിയോ ഇടുമ്പോൾ ഓരോ സബ്സ്ക്രൈബേഴ്സ് കൂടിക്കൊണ്ട് വരും. ഇത് ഞാൻ ഓരോ തവണ വീഡിയോ ഇടുമ്പോഴില്ലേ അവർക്ക് നോട്ടിഫിക്കേഷൻ ചെല്ലുമ്പോൾ അത് സബ്സ്ക്രൈബ് ചെയ്യും. ഇതാണ് അവസ്ഥ. നമ്മൾ എന്തെങ്കിലും ഒരു വീഡിയോ ഇട്ട് വരും, നമ്മൾ ആരെങ്കിലും ഇച്ചിരി ഒന്ന് വളർന്നു പോകുന്ന കണ്ട നമ്മളെ തളർത്താൻ വേണ്ടിയിട്ട് എൻ്റെ വീഡിയോ നോട്ടിഫിക്കേഷൻ ചെല്ലുമ്പോഴേ ഓരോരുത്തർ അൺസബ്സ്ക്രൈബ് അടിച്ച് പോകും. അത് ചെയ്തിട്ട് പോകും. അതുകൊണ്ട് എൻ്റെ ഒരു മോട്ടിവേഷൻ, ഞാനിങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ നമ്മൾ മോട്ടിവേഷൻ എടുത്ത് അങ്ങ് വരുമ്പോഴത്തേക്കും ഇവരങ്ങ് സബ്സ്ക്രൈബ് കളയും. അപ്പോൾ പിന്നെ ആ വന്നതങ്ങ് കുറച്ചങ്ങ് കുറയ്ക്കും. ഇതാണ് അവസ്ഥ. അതാണ് ഞാൻ എന്നും ഇങ്ങനെ വ്ലോഗ് ഇടാത്തത്. എനിക്ക് തന്നെ അറിയത്തില്ല ഈ വ്ലോഗൊക്കെ വരുമെന്ന്. പിന്നെ എഡിറ്റ് ചെയ്യാൻ ഭയങ്കര മടിയാണ്. ഞാൻ തന്നെ എഡിറ്റ് ചെയ്യുന്നത്. അതൊക്കെ എനിക്ക് ഭയങ്കര മടിയാണ്. സ്പേസൊക്കെ വേണ്ടേ ഫോണിൻ്റെ അകത്ത്. ഇപ്പം തന്നെ 2-3 മെമ്മറി കാർഡും 5-6 ജിമെയിലും എല്ലാം ഫുള്ളാണ്. ഫോൺ ഫുള്ളാണ്. എനിക്കറിയത്തില്ലേ വീഡിയോ ഒക്കെ വരുമെന്ന്. അപ്പോൾ നമുക്ക് അപ്പോൾ നമ്മൾ
ഇരുന്ന് മടുത്തു, പിന്നെയാണെങ്കിൽ കഴിച്ച് മടുത്തു, ഇരുന്ന് മടുത്തു, പിന്നെ ആണെങ്കിൽ നടന്നു മടുത്തു. അങ്ങനെ ഒരു മടുപ്പുള്ള ഒരു ജീവിതമാണ് ഇങ്ങനെ. എന്ത് ചെയ്യാനാണ്. മുടിയാണെങ്കിൽ എൻ്റെ ഉള്ള മുടി ഞാൻ വെട്ടിക്കളഞ്ഞു, ഒരു രസത്തിന് വെട്ടി. പക്ഷെ സത്യം പറഞ്ഞാൽ മുടി വെട്ടിയതിന് എനിക്ക് മറ്റേ റിഗ്രറ്റ് ഒന്നും ഇല്ല. എല്ലാവരും പറഞ്ഞ മുടി വെട്ടിയതിന് റിഗ്രറ്റ് അടിക്കാൻ പോകുന്നില്ല, കാരണം 2 ദിവസം മുന്നെയാണ് മുടി വെട്ടിയത്. അപ്പം സമയം ഏകദേശം ഒരു 9 മണിയൊക്കെ ആയപ്പോൾ തന്നെ ഇവിടെ ഉള്ള കടകളൊക്കെ തുറന്നിട്ടൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ അങ്ങോട്ട് പോയി കുറച്ച് തുണികളൊക്കെ നോക്കാം. ഇതൊക്കെയാണ് തുണി വരുന്നത്, അവർ വിരിച്ചിടുന്നേ ഉള്ളൂ. ചെരുപ്പൊക്കെ കൊള്ളാം. റോഷ ഒരു ചെരുപ്പ് മേടിച്ചാ റോഷ? மக்களுக்கு கிடைக்க ஒரு குறிப்பிட்ட காலக்கெடு நிர்ணயிக்கப்படும். அதற்குள்ளாக அந்த எல்லா விஷயங்களையும் ഇപ്പൊ നമ്മള് കുറച്ച് കടയിലോട്ട് ഇങ്ങോട്ട് മാറി ഇതിനകത്ത് മൊത്തം ഇങ്ങനത്തെ ഓരോരോ കടകളൊക്കെ ഉണ്ട്. പക്ഷേ ടീഷർട്ടും ജേഴ്സി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പം അതിനൊക്കെ ഏകദേശം ഒരു 150 രൂപ. ശരിയാണ്, വില കുറവാണ്. പക്ഷെ എന്നാലും നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. 100% நம்பலாம். 970 ആദ്യത്തെ അല്ലേ? അതൊക്കെ ഓക്കെ. അപ്പോൾ നമ്മൾ കുറേ ഡ്രസ്സൊക്കെ മേടിച്ചു. എന്നിട്ട് നമ്മളിപ്പോഴത്തെ ബേക്കറിയിലൊക്കെ വന്നിട്ട് ഒരു ഫ്രഷ് ലൈം കുടിക്കാൻ വേണ്ടി പോകണം. നമ്മുടെ അവിടെ നാരങ്ങ വെള്ളം എന്ന് പറയും, ഇവിടെ നമ്മൾ ലൈം ജ്യൂസ് എന്ന് പറഞ്ഞാൽ അവർ പറയും ലെമൺ സോഡ അല്ലേ? അപ്പോൾ നമ്മൾ ലെമൺ സോഡ കുടിക്കാം. ലെമൺ സോഡയും പപ്സും തിന്നാൻ പോവാം. അപ്പോൾ നമുക്ക് നാരങ്ങ കുടിച്ചിട്ട് കാണാം. ഇതില്ല കുറേ ഡ്രസ്സൊക്കെ എടുത്തു, നാരങ്ങളൊക്കെ കുടിച്ചിട്ട് നേരെ ഹോസ്റ്റലിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഫോണിൻ്റെ കവർ മൊത്തം പോയായിരുന്നു കേട്ടോ. ഞാനത് 2 വർഷം മുന്നേ അങ്ങാണ്ട് മേടിച്ചാൽ അത് മൊത്തം പോയി. അപ്പോൾ എനിക്ക് റോഷൻ ചേട്ടൻ കവർ മേടിച്ചു തന്നു. ഇപ്പോൾ ഫോണിനൊരു പ്രീമിയം ലുക്കൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ കവറൊക്കെ മേടിച്ച് നമ്മൾ നേരെ ഹോസ്റ്റലിലേക്ക് നടന്നു പോവാണ്. അപ്പോൾ ഗൈസ് നമ്മൾ അങ്ങനെ റൂമിലൊക്കെ എത്തി, കുളിയൊക്കെ കഴിഞ്ഞു, ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഇനി പ്രത്യേകിച്ച് ഒന്നുമില്ല. അപ്പോൾ ഇനി ഷോപ്പിങ്ങിനൊക്കെ പോവുകയാണെങ്കിൽ അപ്പോൾ അതൊക്കെ ഒരു വീഡിയോ ആയിട്ട് കാണിക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണാം. ടാറ്റാ.